हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിന്നത്തെ ശ്രീമദ് ഭാഗവതം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി ജയ ഗോപി ജനാവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ ഗോപി ജനാവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന ജയോ യമുനാതിരവനചാരി ജയോ കുഞ്ച വിഹാരി ജയോ യമുനാതിരവനചാരി ജയോ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമനം ശ്രീഗുരും വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥം വിദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം സ്യ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമതായ നഗരഗ്രാമകാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതീ നാമിനേ. ശിവാശവാനവി ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദാ ശ്രീ ഗൗരകർണാ ശക്തി വിഗ്രഹായ നമസ്തേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തി ദീനധാരിണേ രൂപാനുഗ വിദ്യാപസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്ലവംബരസാംബോധേ പാദാംബുജായ തേ നമഃ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. गौराविर्भावभौमेस्तं निर्दिष्टसज्जनप्रिया वैष्णवः सर्वभौमा श्रीजगन्नाथाय ते नमः.
नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्य नामिने गौरद्विषे नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगम्। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। जयदां सुरदो पङ्गोर्ममन्दमदेर्गतिमत्सर्वस्वपादां भोजो राधामतनमोहनं दिव्यात्मन्दारण्यगर्भगुमदा श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीरगोविन्ददेवो प्रेष्ठारविसेव्यमानस्मरामि। श्रीमन्दासरसारम्भेवं श्रीवटतटस्थितं कर्षन्वेणुस्वने गोपीनाथश्रीस्तु तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासुदेव नमोस्तुते। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं भङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यदेवं। हरि ओं तत्सत्। हरे कृष्ण। ശ്രീമദ് ഭാഗവത്തിലെ മൂന്നാമത്തെ സ്കന്ധമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം ബ്രഹ്മസ്തുതി. സൃഷ്ടിയുടെ തുടക്കത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മദേവൻ വന്നതിന് ശേഷം കുറേ വർഷം അദ്ദേഹം തപസ് ചെയ്തു. ഒടുവിൽ ഭഗവാനെ കണ്ടു. ഭഗവാനെ കണ്ടപ്പോൾ അദ്ദേഹം സ്തുതിക്കുകയാണ്, ഭഗവാൻ പ്രാർത്ഥിക്കുകയാണ്, സൃഷ്ടി ചെയ്യാനുള്ള എല്ലാ ശക്തിയും അങ്ങ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സ്തുതിയിൽ ബ്രഹ്മദേവൻ പറയുന്നു, ഞാൻ വന്നത് അങ്ങയുടെ നാഭിയിൽ നിന്നാണ്. അതൊക്കെ പഠിച്ചു. 24-ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഏറ്റവും പുരാതന പുരുഷനാണ്. അങ്ങ് എപ്പോഴും അങ്ങയുടെ ആ മന്ദഹാസം എപ്പോഴും നമുക്ക് കാണാൻ കഴിയണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങയുടെ കൃപാകടാശം, അങ്ങയുടെ ആ ചിരിയുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത് എന്ന് പറയുന്നു. അങ്ങനെ 26-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എത്താം. 25 ശ്ലോകം വരെ നമ്മൾ എടുത്തു. എങ്ങനെയാണ് ബ്രഹ്മദേവൻ സ്തുതിക്കുന്നതെന്ന്. 26-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കുന്നത്. മൈത്രേയ ഉവാച സ്വസംഭവം നിശമ്യേവം തപോ വിദ്യാ സമാധിഭി യാവന്മനോവചാസ്തുത്വാ വിരാരാമസഖിന്നവത്. മൈത്രഋഷി പറഞ്ഞു. മൈത്രഋഷി വിതുരരോട് ഉള്ള സംവാദമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. വിതുരരെ, ബ്രഹ്മദേവന്റെ അന്വേഷണം എങ്ങനെയാണ് അദ്ദേഹം വന്നത് എന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് വന്നത്, സാക്ഷാൽ ഭഗവാനിൽ നിന്നാണ് വന്നതെന്നൊക്കെ മനസ്സിലായപ്പോൾ, അതുകൂടാതെ ബ്രഹ്മദേവൻ ഭഗവാന്റെ കാരുണ്യത്തിനായിട്ട് യാചിച്ചുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സും വാക്കുകളും അനുവദിക്കുന്നിടത്തോളം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ബ്രഹ്മദേവൻ നിശബ്ദനായി അദ്ദേഹത്തിൻ്റെ
എത്രയോ വർഷത്തിൻ്റെ ആ തപസ്സിൻ്റെ ഒരു തളർച്ചയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പരമാവധി ശ്രദ്ധയോടുകൂടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം തളർന്നുപോയി. അദ്ദേഹത്തിന് പിന്നെ വാക്കുകളൊന്നും കിട്ടാതെയായി. അഥാ അവിപ്രീതമന്വേക്ഷ്യ ബ്രഹ്മണോ മധുസൂദന വിഷന്ന ചേതസം തേന കൽപാവിധികരാംബസ ലോകസംസ്ഥാന വിജ്ഞാന ആത്മനാ പരിഖിദ്യത തം മാഹഗാദ്യ വാച കശ്മലം ശമയന്നിപ. ബ്രഹ്മദേവന് മനസ്സിലായി, ഭഗവാന് മനസ്സിലായി, ബ്രഹ്മദേവൻ വളരെ ആകാംക്ഷയോടുകൂടി സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ഈ ഗർഭജലത്തിലെല്ലാം മുങ്ങിപ്പോയി എന്നും കാണുകയാണ്. അതുകൊണ്ട് ബ്രഹ്മദേവന്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കി എല്ലാവിധ ഉള്ളിലുള്ള തെറ്റിദ്ധാരണകളെയും മായയും മാറ്റുന്ന രീതിയിൽ ഭഗവാൻ സംസാരിച്ചു എന്ന് ഭഗവാൻ ഇവിടെ പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തു. ഓരോ ദിവസവും ബ്രഹ്മദേവൻ ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം വെള്ളത്തിലാണ്ട് പോവുകയാണ്. പിറ്റേ ദിവസം ഭഗവാന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മദേവൻ വീണ്ടും ഉണരുന്നു. അതിനുശേഷം വീണ്ടും ചിന്താകുഴപ്പത്തിലാവുകയാണ്, ഞാൻ ആരാണ്, ഇവിടെ നിന്നാണ് വന്നത് എന്ന്. അതിനുശേഷം വീണ്ടും ഭഗവാൻ ആ തപസ്സിനായിട്ടുള്ള ഒരു ബോധം നൽകുകയാണ്. അങ്ങനെ വീണ്ടും ബ്രഹ്മദേവൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ആരാണ്, എന്താണെന്നും ഉദ്ഭവം എന്താണെന്നും മനസ്സിലാക്കുകയാണ്. അന്നേരം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു സന്ദർഭം വരുന്നത്. അന്നേരം ഇവിടെ ഭഗവാൻ ബ്രഹ്മദേവന്റെ ആ ഒരു കൺഫ്യൂഷൻ അവസ്ഥ, ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് ബ്രഹ്മദേവൻ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? സൃഷ്ടി ചെയ്യണം, പക്ഷെ ഈ പ്രളയ ജലം കൊണ്ട് എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയ ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച മാ വേദഗർഭഗാസ്തന്ത്രീം സർഗ ഉദ്യമമാവഹ മായാദിതം ഹി അഗ്രേ യന്മാം പ്രാർത്ഥയതേ ഭവാൻ. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മദേവ, അങ്ങേക്ക് വേദങ്ങളുടെ എല്ലാ അറിവുകളും ലഭിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. സൃഷ്ടിയെക്കുറിച്ച് എങ്ങനെ സൃഷ്ടി നടത്തും എന്നതിനെക്കുറിച്ചുള്ള ചിന്താകുഴപ്പത്തിലാകണ്ട. നീ എന്താണോ സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടി മുന്നോട്ട് നടത്താനായിട്ട് അനുഗ്രഹം ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ഇപ്പോൾ തന്നെ നൽകിയിരിക്കുന്നു, നേരത്തെ തന്നെ നൽകിയിരിക്കുന്നു. സൃഷ്ടി ചെയ്യാനുള്ള എല്ലാ കഴിവും നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. ഭൂയസ്ത്വം തപാദിഷ്ട വിദ്യാം ചൈവ മദാശ്രയം താഭ്യം അന്തർഹൃതി ബ്രഹ്മം ലോകം രക്ഷസി പാവൃതൻ. ബ്രഹ്മദേവ, അങ്ങ് വീണ്ടും തപസ് ചെയ്യൂ, ധ്യാന നിമഗ്നനാകൂ. എന്നിട്ട് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കാരുണ്യത്തിനായിട്ട് വീണ്ടും യാചിക്കൂ. അതിലൂടെ നിന്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബ്രഹ്മദേവന് സൃഷ്ടി ചെയ്യാനുള്ള എല്ലാ കഴിവുകളും ബ്രഹ്മദേവന് കൊടുത്തു ഭഗവാൻ. പക്ഷെ ബ്രഹ്മദേവൻ അത് മനസ്സിലാവുന്നില്ല. ഇതേ ബ്രഹ്മദേവൻ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തിലും സൃഷ്ടി ചെയ്തത്. പക്ഷെ രാത്രി കഴിയുമ്പോൾ, എല്ലാം പ്രളയജലത്തിലാണ്ട് പോകുമ്പോൾ, പിറ്റേന്ന് ഉണർന്നു കഴിഞ്ഞാൽ ബ്രഹ്മദേവന് ആരാണ്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം തപസ് ചെയ്യാൻ ഭഗവാൻ പറഞ്ഞു, തപസ് ചെയ്തു. ഭഗവാൻ പറയുന്നു സൃഷ്ടി മുന്നോട്ട് തുടങ്ങൂ എന്ന് പറഞ്ഞു. പക്ഷെ ബ്രഹ്മദേവൻ അറിഞ്ഞൂടെ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, എന്നിട്ട് ബ്രഹ്മദേവൻ യാചിക്കുകയാണ്, അങ്ങ് എനിക്ക് അനുഗ്രഹം നൽകണം ഭഗവാനെ സൃഷ്ടിയൊക്കെ ചെയ്യാൻ. ഭഗവാൻ അന്നേരം പറഞ്ഞു, സൃഷ്ടി ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹവും നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അറിവെല്ലാം നിന്റെ ഉള്ളിലുണ്ട്. നീ വീണ്ടും തപസ് ചെയ്ത് എൻ്റെ കാരുണ്യത്തിനായിട്ട് യാചിക്കൂ.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അജ്ഞാനം, അന്ധകാരം നമ്മുടെ യഥാർത്ഥ ജ്ഞാനത്തെ മറച്ചു വയ്ക്കുന്നു. സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും ഒരു രാത്രി കഴിഞ്ഞ് അടുത്ത പകല് ഉണർന്നു കഴിയുമ്പോൾ എല്ലാം മറക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ എന്താണ്, അല്ലേ? നമ്മൾ വളരെ നിസ്സാര ജീവികളാണ്. ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽപ്പെടുന്ന വളരെ നിസ്സാര ജീവികളാണ്. ബ്രഹ്മദേവൻ പോലും അദ്ദേഹത്തിന്റെ ശക്തികളും അദ്ദേഹത്തിന്റെ കഴിവുകളും ഭഗവാനുമായിട്ടുള്ള ബന്ധവും മറന്നു പോകുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും, അതുകൊണ്ടാണ് രാവിലെ കണ്ണു തുറന്ന് പ്രാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാമം ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സോഴ്സ് എന്താണെന്ന്. ബ്രഹ്മദേവൻ സോഴ്സ് അന്വേഷിച്ചിട്ടാണ് പോയത്. ബ്രഹ്മദേവന്റെ ആ സോഴ്സ് അന്വേഷിക്കണമെങ്കിൽ ബ്രഹ്മദേവന് തപസ് ചെയ്യേണ്ടി വരും. നമുക്ക് അത്രയും അന്വേഷിക്കേണ്ട ആവശ്യം വരത്തില്ല, കാരണം നമുക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും പുറം ലോകത്ത് പല പല വ്യക്തികളുമായിട്ട് ഇടപെടുന്നത് കൊണ്ട് നമുക്ക് ഈശ്വര കാര്യങ്ങളിലുള്ള വിശ്വാസം കുറയും. കാരണം ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു കാര്യത്തിൽ വിശ്വാസം വരുന്നത്. ഉദാഹരണത്തിന്, തമോ ഗുണത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് കള്ളു കുടിക്കുന്നതിലും കഞ്ചാവ് അടിക്കുന്നതിലും ഒക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലായിരിക്കും കൂടുതൽ വിശ്വാസം. അങ്ങനെയുള്ള ആസ്വാദനത്തിലായിരിക്കും കൂടുതൽ താല്പര്യം. നേരെ മറിച്ച് ഉയർന്ന സത്വഗുണമുള്ള വ്യക്തികൾക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതിനും അപ്പുറത്തായിട്ടുള്ള സാത്വിക കാര്യങ്ങളിലാണ് നമുക്ക് യഥാർത്ഥ ആസ്വാദനം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഞാനിത് പല പ്രാവശ്യവും സത്സംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറം ലോകത്ത് പല പല ഗുണങ്ങളുള്ള വ്യക്തികളുമായിട്ടാണ് ഇടപെടുന്നത്. നമ്മൾ ഓരോരോ സാഹചര്യങ്ങളും ഒന്നെങ്കിൽ തമോ ഗുണത്തിലോ അല്ലെങ്കിൽ രജോ ഗുണത്തിലോ ആണ്. ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുള്ള താഴ്ന്ന ആഗ്രഹങ്ങളെയും താഴ്ന്ന സ്വഭാവങ്ങളെയും ഇങ്ങനെ ശക്തമാക്കിക്കൊണ്ടേയിരിക്കും. ആത്മാവ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും അത് തന്നെയാണ് പറയുന്നത്. ആത്മാവിന് ഈ ലോകത്തിലെ ഒരു മാലിന്യങ്ങളും ബാധിക്കുന്നില്ല. അതിന് പ്രഭുപാദ്ജി ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് മഴതുള്ളി പരിശുദ്ധമാണ്, പക്ഷെ അത് ഭൂമിയിലുള്ള ചെളിയുമായിട്ട് പുരണ്ട് അതുമായിട്ട് മിക്സ് ആകുമ്പോഴാണ് അത് ചെളിവെള്ളമാകുന്നത്. യഥാർത്ഥത്തിൽ കാർമേഘത്തിൽ നിന്ന് വരുന്ന വെള്ളം പരിശുദ്ധമാണ്. അതേപോലെ തന്നെ നമ്മൾ ജീവാത്മാവ് ഭഗവാന്റെ ലോകത്തു നിന്ന് വരുമ്പോൾ പരിശുദ്ധമാണ്. പക്ഷെ ഈ ഭൗതിക ലോകത്തെ ചെളിയാകുന്ന ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമ്മളല്ല എന്ന് തോന്നുന്നത്. യഥാർത്ഥ ആത്മാവല്ലാതെ വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. ഈ ശരീരവും മനസ്സും ആകുന്ന ആ ചെളിയായിട്ട് നമ്മൾ ആത്മാവ് മിക്സ് ആകുമ്പോഴാണ് പ്രശ്നം. എങ്ങനെ മിക്സ് ആവുന്നു? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മുടെ ബോധം അനുസരിച്ച്. നമ്മൾ ശരീരത്തിലൂടെ ആസ്വാദനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരീരമായിട്ട് കണക്റ്റായി. ഈ മനസ്സിലൂടെ മാത്രം ചിന്തിക്കുകയും മനസ്സിലൂടെ വരുന്ന ചിന്തകളാണ് എൻ്റെ തീരുമാനങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സുമായിട്ട് കണക്റ്റഡായി. എന്നാൽ ഈ ശരീരത്തെയും മനസ്സിനെയും നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആകാൻ പറ്റും? ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ശരീരത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ശരീരബോധത്തിന് വേണ്ടിയാണ്. മനസ്സിനെയും ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലോകമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു റോക്കറ്റിനെ ഗ്രാവിറ്റിക്കെതിരെ ഉയർത്തി സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന പോലെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ശരീരത്തിനെയും മനസ്സിനെയും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. നല്ല കഠിന പ്രയത്നം വേണ്ടി വരും. അതുകൊണ്ടാണ് അതിനെ തപസ്യ എന്ന് പറയുന്നത്. തപസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തിനു വേണ്ടി? ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടി. എളുപ്പമല്ല ഈ ശരീരത്തിനെയും മനസ്സിനെയും ഉപയോഗിക്കുക ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ. അന്നേരം ഈ ശരീരം അനുകൂലമല്ല, മനസ്സും അനുകൂലമല്ല, ഈ ലോകവും അനുകൂലമല്ല, സമയവും അനുകൂലമല്ല. എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ഈ കലിയുഗത്തിൽ. നമ്മുടെ ശരീരം എതിരാണ് ആത്മീയതയ്ക്ക്.
നമ്മുടെ മനസ്സെതിരെയാണ് ആത്മീയതയ്ക്കെതിരെ. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം, ചുറ്റുമുള്ള വ്യക്തികൾ, പിന്നെ ഈ സമയം കലിയുഗവും കൂടെ ആയപ്പോൾ എല്ലാം കൊണ്ടും എതിരായിട്ടുള്ളൊരു സമയമാണ് ആത്മീയതയ്ക്ക്. അതുകൊണ്ടാണ് പറയുന്നത് കലേർ ദോഷനിതേ രാജൻ. കലിയുഗം എന്ന് പറഞ്ഞാൽ ദോഷത്തിന്റെ ഒരു വലിയൊരു സമുദ്രമാണ്. ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ, നല്ല കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഒരേ ഒരു കാര്യമുള്ളൂ, അസ്തിരേഖോ മഹാൻ ഗുണാൻ കീർത്തനാദേവ കൃഷ്ണസ്യ. ഭഗവാൻ കൃഷ്ണന്റെ കീർത്തനം, ഭഗവാന്റെ നാമജപം ഒഴികെ ഈ കലിയുഗത്തിൽ നല്ല കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. എല്ലാത്തിലും ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് നാമജപത്തിലൂടെ നമ്മൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. ഭഗവാന്റെ നാമം ജപിച്ച് 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 നമുക്ക് നമ്മുടെ ബോധത്തെ ഉയർത്താൻ ശ്രമിക്കുക. അത് ഒറ്റ ദിവസത്തെ പ്രോസസ്സല്ല, ഒരു ഡെയിലി പ്രോസസ്സാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം കഴിക്കും, 2-3 ദിവസം കഴിക്കത്തില്ല, അങ്ങനെയല്ലല്ലോ. നിത്യേന ആ ഒരു ഭക്ഷണം കഴിച്ചെങ്കിലല്ലേ നമ്മുടെ ശരീരം നിലനിൽക്കും. ഇനി നമുക്ക് ശരീരത്തിന്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു റെഗുലർ എക്സസൈസ് വേണം. ഒരു ദിവസം ചെയ്യുന്നു, ഒരു ദിവസം ചെയ്യുന്നില്ല, അത് ശരിയാവില്ല. അതേപോലെ നാമജപം, തുടർച്ചയായിട്ടുള്ള ഒരു നിത്യ നാമജപം, അത് നമ്മുടെ ഒരു ഡെയിലി ഷെഡ്യൂളാക്കി മാറ്റിയെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ സത്സംഗത്തിലുള്ള ഭക്തർ കൂടുതൽ പേരും 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട്, 3-4 വർഷമായിട്ട് നമ്മുടെ സത്സംഗത്തിലുള്ള ഭക്തരോട് ഇത് പുതിയതായിട്ട് കാണുന്ന ഭക്തര് നമ്മുടെ എങ്ങനെയെങ്കിലും ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. 3-4 വർഷമായിട്ട് 16 മാല നിത്യവും ജപിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അന്നേരം ക്രമേണ നമ്മൾ ആത്മീയ കാര്യത്തിൽ കൂടുതൽ ഏർപ്പെടാൻ ശ്രമിക്കണം. അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണമായിട്ട് എൻഗേജ് ചെയ്യിക്കണം. ശരീരം കൊണ്ട് കൂടുതൽ ഭഗവത് കാര്യങ്ങളിൽ ഏർപ്പെടണം, മനസ്സുകൊണ്ട് കൂടുതൽ ഭഗവത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കണം. അങ്ങനെ ശരീരവും മനസ്സും ബുദ്ധിയും പരിശുദ്ധമാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും മറന്നു പോവുകയാണ്. ബ്രഹ്മദേവൻ ആരാണെന്നും ബ്രഹ്മദേവന്റെ കഴിവുകളും ശക്തികളും എല്ലാം മറന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മളും വളരെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. എല്ലാ ദിവസവും നമ്മൾ ആത്മീയ കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഭഗവാനും പറയുന്നത്. ബ്രഹ്മദേവൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്, ഭഗവാനെ സൃഷ്ടി ചെയ്യാനുള്ള കഴിവും ശക്തിയും നൽകണോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നു, ഈ ശക്തികളെല്ലാം നിന്റെ ഉള്ളിലുണ്ട്, ഞാൻ അതിനുള്ള അനുഗ്രഹം എല്ലാം നൽകിയിട്ടുണ്ട്, പക്ഷെ നിനക്കത് അറിയുന്നില്ല. അതുകൊണ്ട് ആ അജ്ഞാനത്തെ മാറ്റാൻ വേണ്ടി നീ ആദ്യം തപസ് ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. 31ാമത്തെ ശ്ലോകം. തഥാ ആത്മനി ലോകേ ച ഭക്തിയുക്ത സമാഹിത ദൃഷ്ടാസി മാം തഥം ബ്രഹ്മൻ മയി ലോകം സ്വമാത്മന. ഭഗവാൻ പറയുന്നു, ബ്രഹ്മ, അങ്ങ് എൻ്റെ സേവനത്തിൽ പൂർണ്ണമായിട്ട് മഗ്നായിട്ടിരിക്കുമ്പോൾ, സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എന്നെ നിന്റെ ഉള്ളിലും കാണാൻ പറ്റും, സർവചരാചരങ്ങളിലും കാണാൻ പറ്റും. അതുകൂടാതെ നീയും ഈ സൃഷ്ടിയും സർവചരാചരങ്ങളിലും എൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇവിടെ സൃഷ്ടികർമ്മം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. 14 ലോകങ്ങളെയും സൃഷ്ടിക്കുക, ആ 14 ലോകങ്ങളിലും ജീവിക്കാനുള്ള ജീവാത്മാക്കൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ശരീരത്തെ സൃഷ്ടിക്കുക. സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സൃഷ്ടിയിലുള്ള എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അന്നേരം ഭഗവാൻ പറയുന്നത് എന്താ, ഇത്രയും കഠിനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ എൻ്റെ സേവനവും ചെയ്തുകൊണ്ടിരിക്കുക.
തഥാ ആത്മനി ലോകേ ച ഭക്തിയുക്ത. ഭക്തിയുക്ത ഭഗവാൻ ഇവിടെ പറയുകയാണ്, ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ജ്ഞാനയുക്ത, യോഗയുക്ത, ധ്യാനയുക്ത എന്നല്ല പറയുന്നത്. ഭക്തിയുക്ത. യുക്ത എന്ന് പറഞ്ഞാൽ യോഗം തന്നെയാണ്. അന്നേരം ഭക്തിയുക്ത സമാഹിത. സമാഹിത ഭക്തിയിൽ ഇങ്ങനെ മഗ്നനായിട്ടിരിക്കൂ. ദൃഷ്ടസി മാം തഥം ബ്രഹ്മൻ. അപ്പോൾ നിനക്ക് എന്ത് പറ്റും? എന്നെ തന്നെ നിനക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. മൈ ലോകം സ്തമാത്മന. എല്ലാ ലോകവും എൻ്റെ ഉള്ളിലാണെന്നും കാണാൻ പറ്റും. ഇപ്പൊ നിനക്കത് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഭക്തിയിൽ ഏർപ്പെടുന്നില്ല. ഭക്തി പോരാ. നമുക്കും അത് തന്നെയാണ് പ്രശ്നം, അല്ലേ? ഭക്തിയിൽ നമ്മൾ ഏർപ്പെട്ട് മഗ്നനായിട്ടിരിക്കുമ്പോൾ എല്ലായിടത്തും ഭഗവാനെ കാണാൻ പറ്റും. എല്ലായിടത്തും ഭഗവാനെ കാണാൻ പറ്റും. എല്ലാം ഭഗവാന്റെ ഉള്ളിലാണെന്നും അറിയാൻ പറ്റും. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഈ പ്രപഞ്ചം നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഭഗവാനെ കാണാൻ പറ്റും. എന്നിട്ട് ഈ കാണുന്ന എല്ലാം ഭഗവാന്റെ ഉള്ളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അതിന് ആചാര്യന്മാർ ഒരു ഉദാഹരണം നൽകാറുണ്ട്. ഈ വലിയൊരു ഉത്സവം നടക്കുമെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരം പോലെ വലിയൊരു ഉത്സവമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വലിയൊരു ഫെസ്റ്റ് നടക്കുമെന്നിരിക്കട്ടെ. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടി ആ ഉത്സവം കാണാനായിട്ട് പോവുകയാണ്. ആ കുട്ടിയുടെ കൈ അച്ഛൻ പിടിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് ഭയമൊന്നുമില്ല. ഇതിനു മുമ്പേയും ഞാൻ പല പ്രാവശ്യം ഉദാഹരണം നൽകിയതാണ്. ഒട്ടും ഭയമില്ല ആ കുട്ടിക്ക്. എല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു, തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ, ആ തിരക്കിൻ്റെ ഇടയിൽ അച്ഛൻ്റെ കൈ വിട്ടുപോയി എന്നിരിക്കട്ടെ. അച്ഛനെ കാണാൻ പറ്റുന്നില്ല. അന്നേരം നേരത്തെ ആസ്വദിച്ചു കൊണ്ടിരുന്ന അതേ കാഴ്ചകൾ തന്നെയാണ് കുട്ടി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്ന അതേ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുട്ടിക്കിപ്പോ അതൊക്കെ കണ്ടിട്ട് സന്തോഷവും ഉത്സാഹവും അല്ല തോന്നുന്നത്, പക്ഷേ ഭയമാണെന്ന് തോന്നുന്നു. അതേപോലെ ബ്രഹ്മദേവനാണെങ്കിലും നമ്മളാണെങ്കിലും നമുക്ക് ഭഗവാന്റെ കൈ വേണം പിടിക്കാനായിട്ട്. ഭഗവാന്റെ കൈ പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഭയം തോന്നും. ഈ ലോകം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. പ്രവചിക്കാൻ കഴിയില്ല എന്തായിരിക്കും ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം എന്താവും, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നന്നായി പ്രവചിക്കുന്ന ജ്യോത്സ്യന് പോലും അദ്ദേഹത്തിന്റെ ഭാവി നന്നായി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. തൊഴിലിന്റെ ഭാഗമായിട്ട് ആളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും അവരുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഒരു പണ്ടത്തെ ഒരു സിനിമയില് ഒരു ജ്യോത്സ്യൻ പല ആൾക്കാരുടെയും ഭാവി പ്രവചിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവചനം കാരണം പല വ്യക്തികൾക്കും പല വിഷമങ്ങളൊക്കെ ഉണ്ടായി. അത് കാരണം നായകൻ ഒരു തോക്കും പിടിച്ചിട്ട് നേരെ ജ്യോത്സ്യന്റെ അടുത്ത് എന്നിട്ട് തോക്ക് നേരെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, അടുത്ത നിമിഷം ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലുമോ ഇല്ലയോ, നിനക്ക് പ്രവചിച്ച് പെട്ടെന്ന് പറയാൻ പറഞ്ഞു. നിനക്ക് എത്ര ആയുസ്സുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇത്ര ആയുസ്സുണ്ട്. അന്നേരം ഇപ്പൊ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലുമോ ഇല്ല, അത് പ്രവചിച്ച് പറയാൻ പറ്റില്ല. അന്നേരം അതേപോലെ തന്നെയാണ് ഞാൻ ജ്യോത്സ്യന്മാരെ കളിയാക്കിയതല്ല, പക്ഷെ റിയാലിറ്റിയാണ്. ഈ ലോകത്തിൽ ആർക്കും ആരുടെ കാര്യം പ്രവചിക്കാൻ കഴിയില്ല. ഏകദേശം ഒരു പ്രൊബാബിലിറ്റി നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. ഏകദേശ രൂപം ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ നേച്ചർ
എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ലോകം നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തും. സത്യം പറഞ്ഞ ഈ ലോകം കംപ്ലീറ്റ്ലി ഒരു പുതിയ ലോകമാണ്. നമുക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ലോകത്തിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ നമ്മൾ പുതിയൊരു നാട്ടിൽ പോയാലും അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയാലും ഒരു 2-3 ദിവസം അവിടെ കഴിയുമ്പോൾ ഇത് നമ്മുടെ തന്നെ സ്ഥലം എന്ന് തോന്നും. അതേപോലെ ഒരു തെറ്റിദ്ധാരണയിൽ നമ്മൾ ഇരിക്കുകയാണ് ഈ ലോകത്ത്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ലോകമല്ല, നമ്മളിവിടെ ഇരിക്കേണ്ടവരല്ല. അത് നന്നായി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത, ഭയം. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ പറയുന്നത് എന്താണ്? ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യമേതത് പശുവിർ നരാണാം. മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, എന്നിട്ട് എപ്പോഴും ഭയത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ? ഒരു കാക്കയുടെ മുമ്പിൽ ഭക്ഷണം ഇടുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും തല ഇങ്ങനെ കറക്കി 360 ഡിഗ്രിയിലും കറങ്ങിക്കൊണ്ടിരിക്കും തല. അന്നേരം മനുഷ്യരും അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു ജീവി മറ്റൊരു ജീവിയെ കൊല്ലുന്നത് പോലെ നമ്മളെ കൊല്ലാൻ പോലും മടിക്കാത്ത, നമ്മളിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാട് മൊത്തം. അത് നമ്മുടെ ബന്ധുമിത്രാദികളാണെങ്കിൽ പോലും, രക്തബന്ധമാണെങ്കിൽ പോലും, നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് കാരുണ്യം ചെയ്യുന്നവരാണെങ്കിലും ആരാണെങ്കിലും ഒന്നും പറയാൻ കഴിയില്ല. നമ്മളിൽ നിന്ന് എന്തൊക്കെ ഊറ്റിയെടുക്കാം അത് മാത്രം ചിന്തിക്കുന്ന വ്യക്തികളാണ്. മൃഗങ്ങളെ പോലെയാണ് മൃഗജന്മങ്ങൾ. മൃഗങ്ങൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കാരുണ്യം ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അതുപോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇന്ന് നിർഭാഗ്യവശം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭയത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ആ ഒരു പരമാർത്ഥത്തെ മനസ്സിലാക്കി നമ്മൾ ആധ്യാത്മികതയിൽ കൂടുതൽ മഗ്നരാകാൻ ശ്രമിക്കണം. കാരണം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അത് തന്നെയാണ് ഭഗവാനും ബ്രഹ്മദേവനോട് പറയുന്നത്. നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും നീ എന്നെ മറക്കരുത്. എന്നെ മറക്കാതിരിക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി സേവനം ചെയ്യണം എന്നാണ് പറയുന്നത്. നീ എനിക്ക് വേണ്ടി സേവനം ചെയ്തെങ്കിൽ മാത്രമേ നീ എന്നെ മറക്കാതിരിക്കൂ. ഇതിന് ഭഗവാന് വേണ്ടി എന്ത് സേവനമാണ് നമ്മൾ ചെയ്യേണ്ടത്? ശ്രവണം, ഭഗവാനെ കുറിച്ച് കേൾക്കുക, കീർത്തനം, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനം ചെയ്യുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാ സ്മരിക്കുന്നത്? ഭഗവാനെ കുറിച്ച് പഠിക്കുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുക, നിവേദ്യം അർപ്പിക്കുക. ഒരു സുഹൃത്തിനെ പോലെ ഭഗവാന് ആസ്വാദനം കിട്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. ഭഗവാന് നല്ല നല്ല ഭക്ഷണം കൊടുക്കുക, ഭഗവാന് നല്ല വസ്ത്രം കൊടുക്കുക. ഇപ്പൊ നമ്മുടെ രാധാമദൻ ഗോപാൽജിയുടെ നിത്യസേവ നടക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ ഭഗവാന് കൂടുതൽ ആസ്വാദനം നൽകുക. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പോ നമ്മുടെ ഈ സത്സംഗത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ എല്ലാ ആരംഭം രാധാ മദൻ ഗോപാൽജിയാണ്. നമുക്കെല്ലാം നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ ചെറിയൊരു വിഗ്രഹമോ ചിത്രമോ കാണും, ഗുരുവായൂരപ്പന്റെ കാണും. പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് രാധാ മദൻ ഗോപാൽജിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഭഗവാൻ കൂടുതൽ സന്തോഷിക്കും. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുമ്പോൾ ചില ദിവസം നമുക്ക് ഉത്സാഹം കാണും, ചില ദിവസം ഉത്സാഹം കാണത്തില്ല. പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കലിയുഗത്തിലെ നേച്ചറാണത്. കൂട്ടായ്മയോടുകൂടെ നിന്നെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും.
തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കൊരു പ്രചോദനം കിട്ടണമെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ വേണം. കള്ളുകൂടിയാണെങ്കിലും സിഗരറ്റ് വലിയാണെങ്കിലും എല്ലാത്തിലും. അതേപോലെ തന്നെ ഭക്തി പരിശീലിക്കണമെങ്കിൽ ഒരു കൂട്ടായ്മ വേണം. അതുകൊണ്ടാണ് നമ്മൾ അതിനുവേണ്ടി ഒരു ശ്രമമാണ് ഈ ഗോലോകം ഭക്ത കൂട്ടായ്മയുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഒരുപാട് ഭക്ത കൂട്ടായ്മകളുണ്ട്. എന്നാലും അതേപോലെ നമ്മൾ ഒരു ഭക്ത കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗുരുവായൂരപ്പനെ ഫോക്കസ് ചെയ്ത് ആ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ആ ഭക്തി, ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ചൈതന്യ മഹാപ്രഭു പറഞ്ഞു നൽകിയ ആ വചനങ്ങളിലൂടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ഗുരുവായൂരപ്പന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ ഗോലോകം ട്രസ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം ആ നിർദ്ദേശപ്രകാരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം ക്രമേണ അതായത് തുടങ്ങുന്ന എങ്ങനെയാ? ശ്രവണത്തിൽ നിന്നാണ്. പിന്നെ നാമജപം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ നാമം ജപിക്കേണ്ടവരാണ് നമ്മൾ. ഭഗവാനെ കുറിച്ച് കേട്ടൊരു ശ്രവണം, കീർത്തനം, എന്നിട്ട് ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാനെ നമ്മൾ മറക്കത്തില്ല. സ്മരണ എപ്പോഴും ഉണ്ടാവും. ഭഗവാനെ കുറിച്ച് പഠിക്കുക, സ്മരണ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അന്നേരം എന്താവും? ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നും. അർച്ചനം, ഭഗവാന് വേണ്ടി നിവേദ്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉള്ളിൽ തോന്നും. അർച്ചനം, നമസ്കരിക്കാൻ തോന്നും. അർച്ചനം, വന്ദനം, അങ്ങനെ ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ഭഗവാന് നമ്മളുമായിട്ട് ഒരു ആത്മബന്ധം വരും. സാഖ്യം, ഭഗവാനുമായിട്ടൊരു സൗഹൃദ ബന്ധം നമ്മുടെ ഉള്ളിൽ വരും. എന്നിട്ട് ആ ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ. ആ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ അർച്ചനം, ബന്ധനം, ദാസ്യം, ആദ്യം നമ്മൾ ഭഗവാന്റെ ഒരു സേവകൻ എന്നുള്ള ഒരു ഭാവത്തിൽ വരും. അങ്ങനെ ആ സേവകനായിട്ട് സേവനം ചെയ്ത് പിന്നെ സാഖ്യത്തിലേക്ക് എത്തും. നമ്മളൊരു സൗഹൃദ ബന്ധത്തിലേക്ക് എത്തും. അങ്ങനെ ആ സൗഹൃദത്തിൽ നിന്ന് നമ്മൾ എന്താവും? ഭഗവാനായിട്ട് കൂടുതൽ അടുത്ത് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അന്നേരം നമ്മൾ പരിപൂർണമായിട്ടും ഈ ജീവിതം ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല എങ്കിൽ, അതായത് പരിപൂർണമായിട്ടും കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് നമുക്കുള്ളത് എല്ലാം ഭഗവാന്റെ സേവനത്തിന് സമർപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. ഇപ്പൊ നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും നമ്മുടെ സർവസ്വം, അല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ആത്മനിവേദനം, പരിപൂർണമായിട്ടും ഭഗവാന് സമർപ്പിക്കുക. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, വാക്ക് പൂർണ്ണമായിട്ടും കൃഷ്ണന് വേണ്ടി, സേവനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും വാക്കും പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. അതിൻ്റെ അർത്ഥം കോടാനുകോടി രൂപ ഡൊണേഷൻ ചെയ്യുന്നതും അതൊന്നുമല്ല. ഡൊണേഷൻ ചെയ്തു, പക്ഷെ നമ്മുടെ മനസ്സ് ഭഗവാന് വേണ്ടി കൊടുക്കുന്നില്ല, ശരീരം കൊണ്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന പിന്നെ ഒരു കാര്യമില്ല. അന്നേരം നമ്മൾ ഭഗവാന്, അതും ഡൊണേഷൻ കൊടുക്കുന്ന എല്ലായിടത്തും അത് ഭഗവാന്റെ സേവനമാണോ നടക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ സേവനം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്കിഷ്ടമുള്ള കാര്യമല്ല. ഭഗവാൻ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതിനു വേണ്ടി നമ്മൾ ഒരു ഭാഗമാകാൻ ശ്രമിക്കുക. അതിനെയാണ് സേവനം എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. അന്നേരം എങ്ങനെയാ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന? ശ്രവണം. അന്നേരം നമ്മൾ സത്സംഗത്തിൽ വരുമ്പോഴും, ഞാനും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ആദ്യമൊക്കെ ഇങ്ങനെ സത്സംഗമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ പറയും, കൂടുതൽ കേൾക്കാൻ പോകരുത്, കേട്ട് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ടായി പോവും. അത് എന്തായാലും അങ്ങനെ ആയേ പറ്റൂ.
അപ്പം നിങ്ങളും നാമമൊക്കെ ജപിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും പറയും കൂടുതലൊന്നും കേൾക്കരുത്, നിങ്ങൾ ഫുൾ അങ്ങോട്ടായി പോകും. അങ്ങനെ ആയേ പറ്റൂ. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിലായി പറ്റൂ. അവർ പറയുന്നത് തെറ്റില്ല. ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ ഭഗവാന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ കൂടുതൽ എത്തി ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് പരിപൂർണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആരോട് പറഞ്ഞു? സാക്ഷാൽ ബ്രഹ്മദേവനോട് ഭഗവാൻ പറയുകയാണ്. നീ സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ എൻ്റെ സേവനത്തിൽ ഏർപ്പെടൂ. ഭക്തിയുക്ത സമാഹിത തഥാത്മാനി ലോകേച്ച ഭക്തിയുക്ത സമാഹിത. ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കൂ. അന്നേരം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നവവിധ ഭക്തി. ഞാനിപ്പോ ഒരു നവവിധ ഭക്തിയുടെ ഒരു ഭാഗം പറഞ്ഞില്ല, ഭക്തരത് കമന്റ്സിലിട്ടു. ശരിയാ, പാദസേവനം. അന്നേരം ശ്രവണം, ഭഗവാനെ കുറിച്ച് കേട്ടു, ഭഗവാന്റെ നാമം ജപിക്കുകയും സ്മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ? ഭഗവാന്റെ തൃപ്പാദ സേവ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. തൃപ്പാദ സേവ, പാദസേവനം, അത് കഴിയുമ്പോൾ നമുക്ക് ഭഗവാന് വേണ്ടി അർച്ചനം, പുഷ്പം സമർപ്പിക്കുക. അന്നേരം പാദസേവനം എന്ന് കൂടുതൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുക എന്നാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവത് സ്മരണ വരും, ഭഗവാനുമായിട്ടുള്ള അടുപ്പം കൂടും. അപ്പോൾ നമുക്ക് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തോന്നും. ഗീത ഉപദേശം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ തോന്നും. അങ്ങനെ നിർദ്ദേശങ്ങളെ പാലിച്ചിട്ട്, അതായത് ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാന്റെ നാമം ജപിച്ച് സദാസമയം ഭഗവത് സ്മരണയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നിർദ്ദേശങ്ങളും പാലിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അർച്ചനം ചെയ്യാൻ പറ്റും. ഒരു പുഷ്പം സമർപ്പിക്കുകയും നിവേദിക്കുക, അതൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്ന അപ്പോഴാണ്. അല്ലാതെ നമ്മൾ ഒരു അമ്പലത്തിലെ പൂജാരി ആണെങ്കിൽ പോലും വേണ്ട രീതിയിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നില്ല, ജപിക്കുന്നില്ല, സ്മരണയില്ല, ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന അർച്ചന എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ്. ഭഗവാന്റെ വിഗ്രഹ അവതാരത്തിൽ, ഭഗവാന്റെ വിഗ്രഹം ഒരു അവതാരമാണ്. നമ്മളുടെ മുമ്പിൽ ഭഗവാൻ അവതരിക്കുകയാണ് വിഗ്രഹ രൂപത്തിൽ. അന്നേരം ഭഗവാന്റെ ആ വിഗ്രഹ അവതാരത്തിൽ നമ്മൾ സമർപ്പിക്കുന്നതൊക്കെ ഭഗവാൻ സ്വീകരിക്കണമെന്നില്ല. അന്നേരം ആദ്യത്തെ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ: ശ്രവണം, കീർത്തനം, സ്മരണ, പാദസേവനം. പാദസേവനം എന്ന് പറയുമ്പോൾ നിർദ്ദേശങ്ങളെ പാലിക്കുക. ഇത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഭഗവാൻ അർച്ചനം സ്വീകരിക്കൂ. അർച്ചനം ചെയ്യാതെ വന്ദനവും സ്വീകരിക്കത്തില്ല ഭഗവാൻ. അങ്ങനെ ഇത് നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ആ ഒരു ദാസ്യഭാവം വരും. നമ്മൾ ഭഗവാന്റെ ഒരു ദാസനാണെന്നുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ വരും. അല്ലെങ്കിൽ നമ്മൾ ബോസാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം വർദ്ധിക്കും. ശ്രവണം ഇല്ല, കീർത്തനമില്ല, സ്മരണയില്ല, പാദസേവനമില്ല, അർച്ചനയില്ല, വന്ദനമില്ല എങ്കിൽ ദാസ്യഭാവം വരത്തില്ല. നമുക്ക് തോന്നി ഈ ലോകം മുഴുവൻ നമ്മുടേതാണ്, നമ്മളാണ് ഇതിൻ്റെ എല്ലാം, ഞാനാണ് ഇതിൻ്റെ എല്ലാ അധികാരി, എല്ലാത്തിൻ്റെയും മേധാവി, അല്ലേ? എല്ലാം എൻ്റെ കീഴിലാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ജപിക്കുന്നില്ല, കേൾക്കുന്നില്ല ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളില്ല, ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നില്ല, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നില്ല എങ്കിൽ ഉടനെ പിന്നെ അഹങ്കാരം വർദ്ധിക്കും. അഹങ്കാരമില്ലാത്തവർക്ക് ദാസ്യഭാവം വരും ഭഗവാന്റെ മുമ്പിൽ. ആ ദാസ്യഭാവത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാന് പിന്നെ നമ്മളെ വലിയ ഇഷ്ടമായി തുടങ്ങും. പിന്നെ ഭഗവാനുമായിട്ട് ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് സാഖ്യം.
ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഒരുപാട് ഭഗവാന് വേണ്ടി ചെയ്യാനുള്ള അവസരങ്ങൾ ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കും. സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരെ ഭക്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അന്നേരം നന്നായി ജപിക്കാതെ, നന്നായി ഭഗവാനെ കുറിച്ച് കേൾക്കാതെ, ഭഗവാനെ കുറിച്ചുള്ള സ്മരണയില്ല എങ്കിൽ, പിന്നെ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല എങ്കിൽ, ഭഗവാന് വേണ്ടി സമർപ്പണങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും പ്രചരണം ചെയ്യാൻ കഴിയില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഭക്തരോട് പറഞ്ഞു, ഗോൾഡ് മെമ്പേഴ്സിനോട്, എല്ലാവരോടും കൂടുതൽ ഭക്തരെ ആഡ് ചെയ്യണം, കൂടുതൽ ഭക്തരെ ഭക്തിയിൽ കൊണ്ടുവരണം. പലവർ പറയുന്നു പറ്റുന്നില്ല, ഇത് പ്രശ്നം, അത് പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, ദക്ഷിണാ പ്രശ്നം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. യഥാർത്ഥ പ്രശ്നം ഇതാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം. നമ്മുടെ ഭക്തി. അന്നേരം ഭക്തർ വിചാരിക്കും നമ്മൾ എന്തോ ഗോലോക മെമ്പേഴ്സിനെ കൂട്ടാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, നിങ്ങളെ ഭക്തിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഭക്തിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ പ്രചരണം എത്രത്തോളം ശക്തമായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഭക്തിയിൽ പുരോഗമിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവർ ഭക്തിയിൽ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ ഭഗവാനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഭഗവാനുമായിട്ട് എടുക്കും. ഇതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പരിശീലനമാണ്. അത് മനസ്സിലാക്കി വളരെ സീരിയസ് ആയിട്ട് അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ശാസ്ത്രവചനങ്ങളെയൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റൂ. കേട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പിലുള്ള ഭക്തർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് വീഡിയോ ഇടാൻ പറഞ്ഞു. അതിലും മടി കാണിക്കരുത്. കാരണം നിങ്ങൾ സംസാരിക്കുമ്പോഴേ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കൂ. അല്ലാതെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത്. അവിടെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് നിർദ്ദേശങ്ങളെ പാലിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ആ ഭക്തിയുക്ത സമാഹിത, ഭക്തിയുത സേവനത്തിൽ മഗ്നരായിരിക്കുക. അതായത് നമ്മുടെ സമയം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മുടെ ദൈനംദിന കർത്തവ്യങ്ങളെ നിറവേറ്റുക, അതിനോടൊപ്പം ജപിക്കാൻ സമയം കണ്ടെത്തുക, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സമയം കണ്ടെത്തുക, ഭഗവാനെ മറക്കാതിരിക്കുക, ഭഗവത് സ്മരണയിലിരിക്കുക, ഭഗവാന്റെ തൃപ്പാദ സേവ ചെയ്യുക, ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുക, ഭഗവാന് വേണ്ടി സമർപ്പണങ്ങൾ ചെയ്യുക, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുന്നത്. അന്നേരം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്തണം. പക്ഷെ പണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ്? വല്ലപ്പോഴും ഒക്കെ ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമസ്കരിക്കാൻ മടിയാണ് ഭഗവാന്റെ മുമ്പിൽ. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ നമസ്കരിക്കാറില്ല. കൈ ഇങ്ങനെ കാണിക്കും, അല്ലെ? കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഒന്ന് തൊഴും, അത്രയേ ഉള്ളൂ. നമസ്കരിക്കണം, സാഷ്ടാംഗം നമസ്കരിക്കണം ഭഗവാന്റെ മുമ്പിൽ. ചില ഭക്തരുണ്ട് ഡെയിലി 108 പ്രാവശ്യം ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കണം എന്ന് പ്രതിജ്ഞ എടുക്കുന്നവരുണ്ട്. 108 പ്രാവശ്യം ഒന്നും നമസ്കരിച്ചില്ലെങ്കിലും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരത്ത് എപ്പോഴൊക്കെ ഭഗവാന്റെ മുമ്പിൽ വരുന്നോ അപ്പോഴൊക്കെ നമസ്കരിക്കാം. അത് നവവിധ ഭക്തിയിലെ ഒരു ഭാഗമാണ്. ഗുരുവിന്റെ മുമ്പിൽ നമസ്കരിക്കുക, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക, അതൊക്കെ ഒരു തപസ്യയാണ്, ശരീരത്തിന്റെ തപസ്യയാണ്. കുനിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും കുനിയുക. എത്രത്തോളം ഭഗവാന്റെ മുമ്പിലും ഗുരുവിന്റെ മുമ്പിലും കുനിയുന്നു പോകും, അത്രത്തോളം നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാം. ഗുരുവിന്റെ മുമ്പിലും ഭഗവാന്റെ മുമ്പിലും തല കുനിക്കാൻ മടിയാണെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വരും, അല്ലേ? അതാണ്.
അന്നേരം ഭക്തിയുക്ത സമാഹിത, അന്നേരം ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇതൊന്നും നിസ്സാരമല്ല, ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. എന്തുകൊണ്ട് നമ്മൾ ശരീരമാണെന്ന് ചിന്തിക്കുന്നു. ഒരിക്കൽ പ്രഭുപാദ് അടുത്ത് ഒരു ശിഷ്യൻ പറഞ്ഞു, പ്രഭുപാദ്ജി, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമസ്കരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമസ്കരിക്കാൻ തോന്നുമ്പോൾ മാത്രം ഞാൻ ചെയ്താൽ പോരെ. അന്നേരം പ്രഭുപാദ്ജി പറഞ്ഞു, പുറമേ ചെയ്യുക, ഉള്ളിൽ തോന്നിയാലും ഇല്ലെങ്കിലും പുറമെ എത്രത്തോളം ചെയ്യുന്നോ എങ്കിലേ ഉള്ളിൽ നിന്ന് വരത്തു, അല്ലാതെ ഉള്ളിൽ നിന്ന് ഒരിക്കലും നമസ്കരിക്കാൻ തോന്നത്തില്ല. അന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. പക്ഷെ നമ്മൾ ശരീരമാണെന്ന് ചിന്തിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലൂടെയാണ്. ഈ ലോകത്തിലെ എല്ലാ ആസ്വാദനത്തിനെയും നമ്മൾ ആസ്വദിക്കുന്ന ശരീരത്തിലൂടെയാണ്. എന്നിട്ട് എന്താണോ നമ്മൾ എന്ന് നമ്മൾ കരുതുന്നത് അതെല്ലാം ഭഗവാന്റെ സേവനത്തിന് ഏർപ്പെടുത്തുക. അതുകൊണ്ട് ഈ ശരീരമാണ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തുക. ഈ ശരീരം കൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഈ ചെവി വെച്ച് മനസ്സുകൊണ്ട് മഗ്നനായിട്ട് കേൾക്കുക, നാവ് കൊണ്ട് ജപിക്കുക, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക, ഭഗവാനെ കുറിച്ച് സ്മരിക്കുക. ശരീരത്തിനെ മനസ്സിനെ നമ്മൾ ഉപയോഗിക്കുക. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ശരീരത്തെ ഉപയോഗിക്കുക. ഭഗവാന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുക. ഭഗവാന് വേണ്ടി സേവനങ്ങൾ ഈ കൈകൾ കൊണ്ട് ചെയ്യുക. ഭഗവാന് വേണ്ടി മാല ചാർത്തുന്നതും നിവേദ്യം തയ്യാറാക്കുന്നതും ഭഗവാൻ ഇരിക്കുന്ന ആ സ്ഥലമൊക്കെ വൃത്തിയാക്കുന്നതും, ഇതൊക്കെ നമ്മുടെ കാലുകൊണ്ട് നമ്മൾ പല പല തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുക. മടിയായിരിക്കും കാലുകൾക്ക് പോകാൻ, നടക്കാൻ മടിയായിരിക്കും, പക്ഷെ കാലിനെ ഉപയോഗിക്കണം. അങ്ങനെ ഈ ശരീരത്തെ എത്രത്തോളം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുമോ അത്രത്തോളം നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കും. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അവർക്കത് ഭഗവാന്റെ ഭക്തിയിൽ വരാൻ തോന്നും. നമ്മളെ നമ്മുടെ കഴിവിന്റെ പരമാവധി ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, മടി പിടിച്ചിരിക്കുന്നു എങ്കിൽ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കണമെന്ന് നിർബന്ധമില്ല. അന്നേരം നമ്മൾ ഒരു ദാസ്യഭാവം വരെ എത്തണം, എങ്കിൽ മാത്രമേ സാഖ്യത്തിലേക്ക് നമ്മൾ എത്തൂ. ആ ഒരു സ്റ്റേജാണ് ഭഗവാന്റെ പ്രചരണം ചെയ്യുന്ന ഒരവസ്ഥ. നമ്മൾ സ്വയം ചെയ്യാത്ത കാര്യം മറ്റൊരാളെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നമ്മൾ ചെയ്യാത്ത കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിപൂർണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തേ പറ്റും. ഇങ്ങനെ ഭഗവാന്റെ ഭക്തിയിലേക്ക് കൂടുതൽ പേരെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. അതാണ് സാഖ്യം എന്ന് പറയുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് പരമോന്നത അവസ്ഥ എന്ന് പറഞ്ഞ ആത്മനിവേദനം. എന്താണ്? സർവസ്വം ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു. ഇനി നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്നുമില്ല. പരിപൂർണമായിട്ടും എല്ലാം സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും മാറ്റി വെക്കുന്നില്ല. സർവസ്വം ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന ഒരവസ്ഥ. നമ്മൾ സർവസ്വം ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടി ഭഗവാനെ തന്നെ നൽകും. നമ്മൾ ഭഗവാന് വേണ്ടി സർവസ്വം സമർപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മാറ്റിവെക്കുന്നത് അതേപോലെ ഭഗവാനും ഭാഗികമായിട്ട് മാറി നിൽക്കും. നമ്മുടെ സർവസ്വവും ഭഗവാന് വേണ്ടി കൊടുക്കുമ്പോൾ ഭഗവാൻ പരിപൂർണമായിട്ടും നമുക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ ബ്രഹ്മദേവനോട് പറയുന്നത്. തഥാ ആത്മനി ലോകേച്ച ഭക്തിയുക്ത സമാഹിത ദൃഷ്ടാസി മാം തതം ബ്രഹ്മൻ മൈ ലോകം സ്വമാത്മന. നീ പരിപൂർണമായിട്ടും ഭക്തിയുക്തനായിട്ട് എനിക്ക് വേണ്ടി ഭക്തിയുത സേവനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എന്നെ എല്ലായിടത്തും കാണാൻ പറ്റും, എല്ലാം എന്നിൽ തന്നെയാണെന്നും നിനക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താവും? നമുക്ക് ഭയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൂരം കാണാൻ പോകുന്ന ഒരു കുട്ടി
അച്ഛൻ്റെ കൈ പിടിച്ച് ഇരിക്കുമ്പോൾ ഒന്നിനോടും ഭയമില്ല, സന്തോഷത്തോടുകൂടി ഈ ലോകത്തിൻ്റെ അത്ഭുത കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതേപോലെ ഭഗവാനുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ലോകത്തിൽ ഭയം തോന്നില്ല. പക്ഷെ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ ഇല്ല എങ്കിൽ, ഭഗവാനെ മറന്ന് നമ്മൾ അഹങ്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ, പിന്നെ നമുക്ക് എല്ലാത്തിനോടും ഭയമായിരിക്കും, എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ. ഒരിക്കലും ഒരു സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം ഈ നവവിധ ഭക്തിയിൽ പരിപൂർണമായിട്ടും ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക. എത്രത്തോളം ഭഗവാന്റെ നാമം ജപിക്കുന്നോ, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നോ, ഭഗവത് സ്മരണയിലിരിക്കുന്നോ, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നോ, അത്രത്തോളം നമുക്ക് നല്ലതാണ്, അത്രത്തോളം സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കും. ഇതൊഴിച്ച് നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരിക്കലും തൃപ്തി വരത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവ് ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ആത്മാവിന് തൃപ്തി വരും. ഒരു മത്സ്യത്തെ കുളത്തിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ മത്സ്യത്തിന് എന്ത് കൊടുത്താലും മത്സ്യത്തിന് ജീവൻ നിലനിൽക്കത്തില്ല. മത്സ്യത്തിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ആ മത്സ്യത്തെ കുളത്തിൽ തന്നെ ഇടണം. അതേപോലെയാണ് നമ്മുടെയും കാര്യങ്ങൾ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഇതാണ് ഇന്നത്തെ ഈ സത്സംഗത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി നാളെ മുതൽ ഇവിടെ വൃന്ദാവൻ യാത്രയാണ്. ഭക്തർ ഇന്ന് രാത്രി ഇവിടെ എത്തും. അന്നേരം ആ യാത്രയുടെ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും ഇനി സത്സംഗം. അതുകൊണ്ട് ക്ഷമിക്കുന്ന 2 ദിവസം ഇല്ലായിരുന്നു സത്സംഗം. പക്ഷേ നാളെ എന്തായാലും സത്സംഗം ഉണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും. ടൈമിംഗ് ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സത്സംഗം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ രാധാ മദൻ ഗോപാൽജിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നാളത്തെ സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.